ഹായ് ഹലോ. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പം രാവിലെ കുറച്ച് പരിപാടികൾ തിരക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ ഓർത്ത് വന്ന ഇന്ന് ശരവണ ഭവനിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ നേരെ അങ്ങോട്ടുള്ള യാത്രയിലേക്കാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 15 മിനിറ്റ് യാത്ര അത്രയേ ഉള്ളൂ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. അങ്ങനെ ശരവണ ഭവനിലെത്തി. അവിടെ നമ്മൾ ഈ കയറുന്ന ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ഓർക്കും ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് ഓർക്കും. പക്ഷെ അല്ല, വലിയതാണ്. അപ്പം ഇവർക്ക് കുറേ ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റുകൾ പല രാജ്യങ്ങളിലായിട്ട് ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. കുഞ്ഞിന് വേണ്ടി അവർ ഹൈ ചെയറൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേബിളിൽ മെനു കാർഡൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100+ വെറൈറ്റി ദോശ അവിടെ അവൈലബിൾ ആണ്. ഏത് തരത്തിലുള്ള ദോശ വേണമെങ്കിലും കിട്ടും. അങ്ങനെ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ അവനിങ്ങനെ അവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ, നല്ല രസമാണ്. കുറേ ലൈറ്റ്സും കുറേ കളേഴ്സും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു വൈബ് കയറുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ വരും കേട്ടോ. ഭയങ്കര പെട്ടെന്ന് തന്നെയാണ് അവർ കൊണ്ടുതരുന്നത്. നാട്ടിലെനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെയും കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ അതുപോലും ഇല്ലേ. യൂഷ്വലി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഓർത്ത് ഇച്ചിരി സമയം എടുക്കുമായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇത് പെട്ടെന്ന് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് മൈസൂർ മസാല ദോശയും മിച്ചം ഓർഡർ ചെയ്തത് പനീർ ദോശയാണ്. പനീർ മസാല ദോശയാണ്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ദോശയാണ്. അതിൻ്റെ കൂടെ 4 ചട്നി വരുന്നുണ്ട്. ഒന്ന് സാമ്പാർ, പിന്നൊന്ന് മിൻറ്റിൻ്റെ ഒരു ചട്നി, പിന്നെ നമ്മുടെ കോക്കനട്ട് ചട്നി, പിന്നുള്ളത് നമ്മുടെ ടൊമാറ്റോ ചട്നി. ഇത് 4 ചട്നിയും നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഫ്ലേവറും ആയിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം നല്ല പേപ്പർ പോലെ ഇരിക്കുന്ന ദോശയാണ്. നെയ്യുടെയൊക്കെ നല്ല മണവും പിന്നെ നല്ല കൊണ്ടുവന്നപ്പോഴേ നല്ല മണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറേ ദോശ പല കടകളിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് കാനഡയിൽ. പക്ഷേ ഇത്രയും നന്നായി ടേസ്റ്റുള്ള നല്ല ആസ്വദിച്ച് കഴിച്ചത് എനിക്ക് തോന്നുന്നു ശരവണ ഭവനിലെ ദോശ തന്നെയാണ് കേട്ടോ. സാമ്പാറൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കോക്കനട്ടൊക്കെ വറുത്ത് അരച്ച തരത്തിലുള്ള സാമ്പാർ. പിന്നെ ദോശയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള ദോശയാണ്. ഇത് ഒരു ദോശയ്ക്ക് $19 എനിക്ക് തോന്നുന്നു. ടാക്സോടെ ചേർത്ത് $19 ഒരു ദോശയ്ക്ക് വരുന്നത്. അത് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അത് വർത്താണ് കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വർത്താണ് ആ ദോശ. പിന്നെ ഇവർക്ക് കുറേ വെറൈറ്റി ദോശകളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ആണെങ്കിലും അവരുടെയൊക്കെ ആ ഒരു നമ്മളോടുള്ളൊരു അപ്രോച്ചൊക്കെ നല്ല രീതിയിലായിരുന്നു. പിന്നെ അവിടുത്തെ നല്ല വൃത്തിയാണ്. നല്ല എല്ലാം നല്ല, അവരുടെ വാഷ്റൂം ആയാലും അവരുടെ ഹാൻഡ് വാഷ് ഏരിയ ആയാലും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ ആയാലും എല്ലാം നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പം അത്ര റഷൊന്നുമല്ല, എന്നാൽ നല്ല തിരക്കുണ്ട്. റഷ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് അല്ല, കുറച്ചുകൂടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ കുറച്ച് വലിയ റെസ്റ്റോറൻ്റാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളങ്ങനെ പോയി അവിടെ ഇരുന്ന് ഫുഡ് അങ്ങനെ ഇതാക്കിയിട്ടില്ല. നമ്മൾ വാങ്ങിച്ചിട്ട് പോവുകയേ ചെയ്തിട്ടുള്ളൂ കൂടുതലും. പിന്നെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്, അന്നേരമൊക്കെ പ്ലെയിൻ ദോശ അങ്ങനെയൊക്കെയായിരുന്നു ട്രൈ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം നെക്സ്റ്റ് വീക്കിൽ വീണ്ടും പോകണം എന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അത്രയ്ക്ക് ഇതാണ്. കാനഡയിലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വന്ന് ട്രൈ ചെയ്യാമേ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഒരു സമ്മർ മാർക്കറ്റിലോട്ടാണ് പോയത്. ഇവിടെ പിന്നെ സമ്മർ ടൈം ആകുമ്പോൾ ഇതൊക്കെ കോമണാണ്. ഇങ്ങനത്തെ ഉള്ള മാർക്കറ്റുകളും പിന്നെ മറ്റേ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ളത് ഇവർ പുറത്തൊക്കെ വെച്ചിട്ടിങ്ങനെ സെയിൽ ചെയ്യും. അത് ഭയങ്കര കോമണാണ്. ഇതൊക്കെ ഫാം ഫ്രഷ് പ്രോഡക്ട്സുകളാണ്. വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ അവരുടെ ഡ്രസ്സുകൾ, പിന്നുള്ളത് ബേക്ക് ചെയ്ത സാധനങ്ങൾ, അതായത് കേക്ക്, ബ്രൗണീസ് അങ്ങനെ. പിന്നെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ബക്കറ്റ്സിലാക്കിയിട്ട് ഇവർ ഈ ഫാം ഫ്രഷ് പ്രോഡക്ട്സുകൾ വെക്കും. സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ, റാഡിഷ് അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ നല്ലതാണ്. അത്യാവശ്യം നമ്മൾ വാങ്ങുന്നവർക്ക് നല്ലതാണ്. ഞങ്ങൾ ഓൾറെഡി ഗ്രോസറി വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും വാങ്ങിച്ചില്ല. കാരണം ഇതൊക്കെ ചീത്തയാവുമല്ലോ, കുറച്ച് അതിനു വേണ്ടി ഇരിക്കത്തില്ലല്ലോ. ഞാനും
ഹസ്ബൻഡും കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. നാട്ടിൽ നമ്മൾ ഈ കാർണിവൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ അങ്ങനെ വരും. ഈ സമ്മർ ടൈമിൽ കാർണിവലുകളും പിന്നെ ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ വരുവേ. നല്ല രസമാണ്. അതുപോലൊക്കെ തോന്നി കണ്ടപ്പം. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ അവിടെ ഒരു പാർക്കുണ്ട്, അവിടെയും കൂടി ഇങ്ങനെ ചുമ്മാ ഒന്ന് കണ്ടു. ജേഡിക്കുട്ടൻ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് അവനെ കളിപ്പിക്കാൻ പറ്റിയില്ല. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഈവനിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.